കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു. വിൽപ്പന കരാർ ലംഘിച്ചതിന് DGPയുടെ 10.8 സെന്റ് ജപ്തി ചെയ്യാൻ ഉത്തരവ്. ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരായാണ് കോടതി വിധി. ഭൂമി വിൽക്കാനായി 30 ലക്ഷം രൂപ മുൻകൂർ വാങ്ങിയ ശേഷം കരാർ ലംഘിച്ചെന്നായിരുന്നു പരാതി. ഇതിലാണ് കോടതി പോലീസ് മേധാവിക്കും ഭാര്യയ്ക്കുമെതിരായ വിധി പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരമാണ് 10.8 സെന്റ് ജപ്തി ചെയ്തത്. പണം തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഭൂമിക്ക് ബാങ്കിൽ ബാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ ബാധ്യത മറച്ചുവെച്ചാണ് പോലീസ് മേധാവി കരാറിൽ ഏർപ്പെട്ടത്. അതിനാൽ വാങ്ങാൻ ഇരുന്നയാൾ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്നാൽ 30 ലക്ഷം രൂപ മടക്കി നൽകാൻ DGP തയ്യാറായില്ല. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചതും കോടതിയിൽ നിന്ന് പരാതിക്കാരന് അനുകൂലമായ ഉത്തരവ് വന്നതും. 2023 ജൂൺ 22-നാണ് കരാർ എഴുതിയത്. 3 തവണയായിട്ടാണ് 30 ലക്ഷം രൂപ ദർവേഷ് സാഹിബിന് കൊടുത്തത് എന്നാണ് പരാതിക്കാരനായ ഉമർ ഷെരീഫ് പറഞ്ഞത്. 5 ലക്ഷം രൂപ DGPയുടെ ഓഫീസിൽ വെച്ച് നേരിട്ട് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരാതി നൽകാൻ പോയെങ്കിലും സംസാരിച്ച് പരിഹരിക്കാം എന്നാണ് P. ശശി പറഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകി ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്ന് മറുപടിയല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചതും അനുകൂല വിധി സമ്പാദിച്ചതും DGPയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്യുവാനായിട്ട് കോടതി ഉത്തരവ് നൽകിയതും. കരാർ പ്രകാരം വാങ്ങിയ തുക, അഡ്വാൻസ് തുക തിരിച്ചു നൽകിയാൽ മാത്രം ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് കോടതി ഉത്തരവിലും പറയുന്നത്. ആദ്യം പരാതിക്കാരന്റെ പ്രതികരണത്തിലേക്ക്. കൊടുത്ത് 4 ദിവസത്തിന് ശേഷം വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വീണ്ടും അതേ അക്കൗണ്ടിൽ തന്നെ 10 ലക്ഷം രൂപയും കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 5 ലക്ഷം രൂപ പണമായിട്ട് ആവശ്യപ്പെട്ടു. ഈ 5 ലക്ഷം രൂപ ക്യാഷ് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ DGPയുടെ ചേംബറിൽ തന്നെയാണ് കൊണ്ടുകൊടുത്തത്. അപ്പോൾ 15 ലക്ഷം രൂപ റിസീവ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റിൽ. അപ്പോൾ രണ്ടാമത് കൊടുത്ത 10ഉം മൂന്നാമത് കൊടുത്ത 5ഉം ചേർത്ത് 15 ലക്ഷം രൂപ. റിസീവ്ഡ് 15 ലാക്സ്, ടോട്ടൽ 30 ലാക്സ് എന്ന് DGP തന്നെ ഒറിജിനൽ എഗ്രിമെന്റിന്റെ പുറകു വശത്ത് പുള്ളിയുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ട്. DGP ദർവേഷ് സാഹിബിനെതിരായിരുന്നു കോടതി ഉത്തരവ് വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്യുകയും ഉണ്ടായി. കരാർ ലംഘിച്ചതിനാണ് ഈ നടപടി. അതുമാത്രമല്ല 30 ലക്ഷം രൂപ ഭൂമിക്ക് അഡ്വാൻസായി വാങ്ങിയിരുന്നു. ഈ അഡ്വാൻസ് തുക തിരിച്ചു നൽകുവാൻ അദ്ദേഹം തയ്യാറായില്ല. അതുമാത്രമല്ല ഈ ഭൂമിക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഈ ബാധ്യത മറച്ചുവെച്ചാണ് കരാറിൽ ഏർപ്പെട്ടത് എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഈ പരാതി കോടതി അംഗീകരിക്കുകയായിരുന്നു. പണം തിരികെ നൽകിയാൽ ഭൂമി തിരിച്ചെടുക്കാം എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, പരാതിക്കാരൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ബാധ്യതയുണ്ടായിരുന്നു ബാങ്കിൽ, എന്നാൽ ഈ കാര്യം DGP മറച്ചുവെക്കുകയായിരുന്നുവെന്ന്. പക്ഷേ പോലീസ് മേധാവി ദർവേഷ് സാഹിബിന്റെ വിശദീകരണം എന്ന് പറയുന്നത് കരാർ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ബാങ്കിൽ ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പരാതിക്കാരനോട് പറഞ്ഞിരുന്നു എന്നാണല്ലോ. പക്ഷെ പരാതിക്കാരൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന്. എന്തായാലും ഈ പരാതിക്കാരന് അനുകൂലമായി തന്നെ കോടതി ഉത്തരവ് വന്നതോടെ പോലീസ് മേധാവി തന്നെ ഒരു വഞ്ചന നടത്തി എന്നതിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. മഞ്ജുഷ്, വഴുതക്കാട് സ്വദേശിയായ ഉമർ ഷെരീഫാണ് പരാതിക്കാരൻ. അദ്ദേഹം പറയുന്നത് 2023-ൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടു. ആകെ 74 ലക്ഷം രൂപയാണ് ഈ ഭൂമിക്ക് നൽകാനുള്ള തീരുമാനമായി കരാറിൽ ഒപ്പുവെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയെന്ന് പറയുന്നു. കരാർ തയ്യാറാക്കിയപ്പോൾ തന്നെ 15 ലക്ഷം രൂപ ബാങ്കിലൂടെ നൽകി. തൊട്ട 4 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ 10 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടു. അതും ബാങ്ക് വഴി നൽകി. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ അത് പണമായി തന്നെ വേണമെന്ന് പറഞ്ഞു. DGPയുടെ ഓഫീസിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അത് കൈമാറുകയും ആകെ 30 ലക്ഷം രൂപ അഡ്വാൻസായി കൈപ്പറ്റി എന്ന കാര്യം DGP തന്നെ ഈ കരാറിന് പിറകിൽ എഴുതി നൽകുകയും ചെയ്തു, കൈപ്പറ്റി എന്നുള്ള കാര്യം. പക്ഷേ പിന്നീട് തുടർന്ന് അങ്ങോട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ ഭൂമിക്ക് മേൽ ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കിയതെന്ന് ഭൂമി വാങ്ങാനെത്തിയ ആൾ പറയുന്നു, ഉമർ പറയുന്നു. അതിന് ആദ്യം ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്തു, പക്ഷെ അങ്ങനെ അതിൽ കാണിച്ചില്ല.
തുടർന്ന് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ പണം അയച്ച ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് ഇതേ പൊതുമേഖലാ ബാങ്കിലേക്ക് പോകുന്നത്. അത് പരിശോധിക്കുമ്പോഴാണ് ഈ വസ്തുവിന്മേൽ 26 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് താൻ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചു. DGP സമ്മതിച്ചതാണ്, പണം തിരികെ നൽകാം, 30 ലക്ഷം രൂപ തിരികെ നൽകാം എന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. വക്കീൽ നോട്ടീസ് അയച്ചു. ആ സമയം DGP അല്ല പ്രതികരിച്ചത്, മറിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് ഇടപെട്ടത്. ഇതോടുകൂടി ഇത് കോടതി പൂർണ്ണമായും കോടതിയിൽ മാത്രമേ ഈ കേസ് തീരൂ എന്ന കാര്യം താൻ മനസ്സിലാക്കി അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ജപ്തി നടപടി 10.8 സെന്റ് ഭൂമി ജപ്തി ചെയ്തുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂമി ഈ പണം തിരികെ നൽകുമ്പോൾ DGPക്ക് ഭൂമി തിരികെ ലഭിക്കും എന്നതാണ് ഇതിൽ വ്യവസ്ഥയെ വെച്ചത്. ഇക്കാര്യത്തിൽ ഈ പണം തിരിച്ചു നൽകി ഈ കരാറിൽ നിന്ന് പിന്മാറുവാനായിട്ട് അവസരമുണ്ടായിരുന്നുവല്ലോ. പക്ഷേ DGP എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല എന്നാണ് ഈ പരാതിക്കാരൻ എന്താണ് പറയുന്നത്? ഇതിൽ പരാതിക്കാരൻ പറയുന്നത് നേരത്തെ തന്നെ DGP സമ്മതിച്ചതാണ്, ഈ പണം നൽകാം എന്ന കാര്യം അദ്ദേഹം ഉറപ്പ് നൽകിയതാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ആ പണം നൽകുന്നതിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ പണം നൽകിയില്ല എന്നതിൽ വ്യക്തതയില്ല എന്നതാണ്. മാത്രവുമല്ല, ഇപ്പോഴത്തെ കോടതി വിധി ഈ ജപ്തി നടപടിയുടെ കണ്ടീഷൻ അതിലൊരു വ്യവസ്ഥയായി പറയുന്നത് തന്നെ പണം DGP തിരികെ നൽകിക്കഴിഞ്ഞാൽ ഈ വസ്തു തിരികെ അദ്ദേഹത്തിന് ലഭിക്കും എന്ന ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ ജപ്തി പോലും നടത്തിയിട്ടുള്ളത്. പക്ഷേ DGP ഈ പണം നൽകിയില്ല, കൈപ്പറ്റിയ 30 ലക്ഷം രൂപ തിരികെ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ്. മാത്രവുമല്ല, പരാതിക്കാരൻ ഉന്നയിക്കുന്ന മറ്റൊരു ഗുരുതര ആരോപണമുണ്ട്. ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി P. ശശി ഉണ്ടായിരുന്നു. P. ശശിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പരാതി കൈപ്പറ്റിയില്ല, ഇത് സംസാരിച്ച് തീർക്കാം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചതെന്ന് പരാതിക്കാരൻ പറയുന്നു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും അക്കാര്യത്തിലും ഒരു നടപടി ഉണ്ടായില്ല. തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പോർട്ടലിലേക്ക് ഈ പരാതി നൽകിയത്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ പരാതി കൈമാറി എന്നൊരു അറിയിപ്പ് തനിക്ക് ലഭിച്ചു. അതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയിലേക്കും കാര്യങ്ങൾ പോയില്ല എന്നുകൂടി പരാതിക്കാരൻ പറയുന്നു. ഈ ജപ്തി നടപടിയുടെ ഭാഗമായി 30 ലക്ഷം രൂപ തിരികെ നൽകിയാൽ ഈ ഭൂമി DGPക്ക് തിരികെ ലഭിക്കും. കോടതി ചിലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 33 ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവായി ഹർജിക്കാരൻ ആ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഏതായിരുന്നാലും സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. DGP ഈ വിശദീകരണം നൽകുന്നെങ്കിൽ കൂടിയും കോടതിക്ക് അത് ബോധ്യമായില്ല. അതുകൊണ്ട് തന്നെയാണ് ജപ്തി നടപടിയിലേക്ക് പോയത്. തന്നിൽ നിന്ന് ഈ ഭൂമി വാങ്ങാനെത്തിയ ആൾ അവിടെ ചുറ്റുമതിൽ കെട്ടിയെന്ന കാര്യം DGP പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ആ വ്യക്തി മറിച്ചു വിൽക്കാൻ, അതായത് ഉമർ ഈ വസ്തു മറിച്ചു വിൽക്കാനുള്ള ശ്രമം നടത്തിയെന്നും DGPയുടെ ഒരു വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മതിൽ കെട്ടിയ കാര്യം ഉമർ സമ്മതിക്കുന്നുണ്ട്. കാരണം താൻ വാങ്ങാൻ പോകുന്ന വസ്തുവാണ്, 30 ലക്ഷം രൂപ കൈമാറിയ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അതിർത്തി തിരിച്ച് വേലി കെട്ടുക അത് തന്റെ ഉത്തരവാദിത്തമാണ്. താൻ വാങ്ങുന്ന ഒരു ഭൂമി മതിൽ കെട്ടി തിരിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ മറിച്ചു വിൽക്കാനുള്ള നടപടിയൊന്നും ഉണ്ടായില്ല. കാരണം അതിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും തന്റെ കൈവശമില്ല. ഒറിജിനൽ ഡോക്യുമെന്റ്സ് അതുവരെയും 30 ലക്ഷം കൈമാറുന്നത് വരെയും DGP നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വസ്തു വിൽക്കുക എന്നൊരു കാര്യം തന്നെ മുന്നിലില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു കാര്യം വരുന്നതെന്ന് അറിയില്ല. ഏതായിരുന്നാലും വിനോദ്, ഒരു കാര്യം കൂടി പോലീസ് മേധാവി പറയുന്നുണ്ടല്ലോ, ഈ വസ്തു വിറ്റതിന് ശേഷം ഈ അഡ്വാൻസ് തുക മടക്കി നൽകാം എന്ന് ഈ പരാതിക്കാരനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചില്ല, അദ്ദേഹം കോടതിയെ സമീപിക്കുകയായിരുന്നു എന്ന്. ഇതിനെക്കുറിച്ച് പരാതിക്കാരൻ എന്താണ് പറയുന്നത്? ആ വിൽപ്പനയെക്കുറിച്ച് പരാതിക്കാരന് കൂടുതൽ വ്യക്തതയില്ല. കാരണം അദ്ദേഹം വാങ്ങാൻ നിന്ന ഒരു ഭൂമിയാണ്. ആ ഭൂമിക്ക് അദ്ദേഹം പണം നൽകുന്നു. 74 ലക്ഷം രൂപ തീരുമാനിച്ചുറപ്പിച്ച വസ്തുവാണ്, മണികണ്ഠേശ്വരത്തുള്ള വസ്തുവാണ്. ആ വസ്തുവിന് പണം നിശ്ചയിക്കുക, അതിന്റെ ആകെ തുക നിശ്ചയിക്കുകയും 3 ഘട്ടമായി 3 തവണയായി 30 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. അതിൽ 5 ലക്ഷം രൂപ DGPയുടെ പോലീസ് ആസ്ഥാനത്ത് DGPയുടെ മുറിയിലെത്തിയാണ് കൈമാറുന്നത്. അവിടെ വെച്ചാണ് ആകെ 30 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന കാര്യം DGP എഴുതി നൽകുന്നത്. പക്ഷേ പിന്നീട് ഈ ഭൂമിക്ക് മേൽ ബാധ്യതയുണ്ട് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കി. 26 ലക്ഷം രൂപയാണ് ബാധ്യത ഉണ്ടായിരുന്നത്. ഇക്കാര്യം DGPയോട് തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് ചോദിച്ചുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ബാധ്യതയുണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചു. തുടർന്നാണ് വാങ്ങാൻ വന്ന ഉമർ ഇതിൽ നിന്ന് പിന്മാറുന്നത്. താൻ ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് DGP അറിയിച്ചു. പണം നൽകി DGP കൈപ്പറ്റിയ 30 ലക്ഷം രൂപ തിരികെ നൽകാമെന്ന് ഷേഖ് ദർവേഷ് സാഹിബ് സമ്മതിക്കുകയും ചെയ്തിരുന്നുവെന്ന് പരാതിക്കാരൻ പറയുന്നു. പക്ഷേ പിന്നീട് ഈ പണം തിരികെ നൽകുന്ന ഒരു നടപടി ഉണ്ടായില്ല.
മാത്രമല്ല ഈ പരാതി നൽകിയതിനു ശേഷം ഏതെങ്കിലും സ്ഥലത്ത് നിന്നുള്ള സ്വാധീനമോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ തരത്തിൽ സ്വാധീനമോ പോലീസിന്റെ ഇടപെടലോ തന്നെ ഈ പരാതി നൽകിയതിനു ശേഷം ഈ കോടതി ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മറ്റാരും ബന്ധപ്പെട്ടിരുന്നില്ല എന്ന കാര്യം ഈ പരാതിക്കാരൻ പറയുന്നുണ്ട്, ഹർജിക്കാരൻ പറയുന്നുണ്ട്. DGP പൊതുവിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, അദ്ദേഹത്തെക്കുറിച്ച് വലിയ അങ്ങനെ ആരോപണങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എഗ്രിമെന്റുകളോ ഡോക്യുമെന്റുകളോ വാങ്ങാതെ തന്നെ ഈ പണം നൽകി ഈ കരാറിലേക്ക് പോവുകയായിരുന്നു. അത് DGPയിലുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു എന്നുകൂടി പരാതിക്കാരൻ പറയുന്നു. വിനോദാണ് നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇങ്ങനത്തെ ഒരു വലിയ ചതി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വസ്തു വിൽപ്പനയ്ക്കായി അഡ്വാൻസ് നൽകി, പക്ഷേ ആ വസ്തുവിന് ബാധ്യതയുള്ളതായിരുന്നു. ബാങ്കിൽ നിന്ന് ഈ വസ്തു ഈട് നൽകി പണം വാങ്ങിയിരുന്നു. ഇത് മറച്ചുവെച്ചാണ് വിൽപ്പന കരാർ ഉണ്ടാക്കിയത്. ഒടുവിൽ വാങ്ങാൻ ഇരുന്നയാൾ ഇതിൽ നിന്ന് പിന്മാറി, പക്ഷേ അഡ്വാൻസ് തിരികെ കൊടുക്കാൻ DGP തയ്യാറായില്ല. തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് വാങ്ങുകയും ചെയ്തു. DGP ദർവേഷ് സാഹിബിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്തിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ AN ഷംസീറിനും എതിരെ ഉയർന്ന വിമർശനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മുതലാളിത്ത ചങ്ങാത്തത്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. BJP ബന്ധമുള്ള വ്യവസായി ക്ലിഫ് ഹൗസിൽ കയറിയിറങ്ങുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ച നേതാവിനെതിരെ നടപടി മുന്നറിയിപ്പും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അതീവ ഗൗരവമുള്ള ആരോപണം ഉയർത്തിയത്. തലസ്ഥാനത്തെ ഒരു വ്യവസായിയുമായി സ്പീക്കർ AN ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ടെന്നും വിമർശനമുണ്ടായി. മേയറും കുടുംബവും നടു റോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്നും KSRTC ബസ് ഡ്രൈവറുമായുള്ള ആ വഴക്കിനെ പ്രതിപാദിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയരുകയുണ്ടായി. അതുമാത്രമല്ല, ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ കയറിയിറങ്ങാൻ സ്വാധീനമുള്ള ഒരു വ്യവസായി, മറ്റൊരാൾക്ക് മുറ്റത്ത് വരെ പോകാൻ സ്വാതന്ത്ര്യം. ഇതിലൊരാൾ BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും അവരുടെ മക്കളും തലസ്ഥാനത്ത് വന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതും ഇയാളാണ്. ഇത്തരമൊരാൾക്ക് എന്താണ് ക്ലിഫ് ഹൗസിൽ കാര്യം? ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ക്ലിഫ് ഹൗസിൽ കയറണമെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും ശുപാർശ വേണം. ഇങ്ങനെ പോയി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്ക് വ്യവസായികളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കരമന ഹരിയുടെ വിമർശനം. ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത M സ്വരാജ് ഇടപെട്ടു. ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല. ഏത് വ്യവസായിയാണ് ഇങ്ങനെ ക്ലിഫ് ഹൗസിൽ കയറിയിറങ്ങുന്നതെന്ന് വെളിപ്പെടുത്താൻ ഹരിയോട് സ്വരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് ഹരി തയ്യാറായില്ല. കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ഇന്നലെ മറുപടി പറഞ്ഞപ്പോഴാണ് ഇത്തരം വിമർശനങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും സംഘടനാ രീതിയല്ലെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്വരാജ് വ്യക്തമാക്കിയത്. ഇതിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഹരിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സ്വരാജ് നൽകി. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിലും വിമർശനമുണ്ടായി. മകൾക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിച്ചു? ബിനീഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മാതൃക എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല? മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്കിടയാക്കിയെന്നും അഭിപ്രായമുണ്ടായി. മുതലാളിമാരുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീറും കടുത്ത വിമർശനം നേരിട്ടു. അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടക്കുന്ന ആളുമായാണ് ഷംസീറിന് ബിസിനസ് ബന്ധം. അത് പാർട്ടി രീതിക്ക് ചേർന്നതല്ല. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അയാൾ ദേശാഭിമാനി പത്രമെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അത്തരക്കാരനുമായി എന്തിനാണ് ഷംസീറിന് ബന്ധമെന്നായിരുന്നു ചോദ്യം. മേയറും കുടുംബവും നടുറോഡിൽ ഗുണ്ടായിസമാണ് കാട്ടിയത്. ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും അഭിപ്രായമുണ്ടായി. മുഹമ്മദ് റിയാസ് കടകംപള്ളി തർക്കത്തിൽ റിയാസിനെതിരെയായിരുന്നു വിമർശനം. മന്ത്രി ജില്ലയിലെ പാർട്ടി നേതാവായ ജനപ്രതിനിധിയെ കരിനിഴലിൽ നിർത്തിയെന്നും വിമർശനമുണ്ടായി. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ജില്ലാ സെക്രട്ടറി V ജോയ് നടത്തിയ പരാമർശവും പ്രതിഷേധത്തിനിടയാക്കി. ഒടുവിൽ ജില്ലാ സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന് M സ്വരാജ് ആവശ്യപ്പെട്ടു. വിമർശനം ശരിയായ രീതിയിലല്ല ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കിയതെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു സ്വരാജിന്റെ നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം.
പോലീസിലെ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ആത്മഹത്യയുമാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. പോലീസിലെ നിയമന നിരോധനവും രാഷ്ട്രീയ ഇടപെടലും ആത്മഹത്യയ്ക്ക് കാരണമാകുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയുണ്ടായി. പോലീസിന് മേലുള്ള സമ്മർദ്ദം വിശദീകരിക്കാൻ സ്വർണം പൊട്ടിക്കലിലെയും പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലെയും CPM ബന്ധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. പോലീസുകാരന്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചാണ് PC വിഷ്ണുനാഥ് പോലീസുകാർ നേരിടുന്ന ഗുരുതരമായ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പോലീസുകാരുടെ മേലുള്ള സർക്കാരിന്റെ അതിക്രമങ്ങൾ കാരണം സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത് അടിയന്തര പ്രമേയത്തിന്റെ വിഷയമാകുന്നത് ഒരുപക്ഷെ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. സർ, ആവശ്യത്തിന് സേനാ അംഗങ്ങളെ വിന്യസിക്കാതെ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് അട്രോസിറ്റിയാണ്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. 6 ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. മാനസിക സമ്മർദ്ദവും ജോലിഭാരവും പോലീസുകാർ നേരിടുന്നുവെന്നത് മുഖ്യമന്ത്രിയും സമ്മതിച്ചു. എന്നാൽ അതിന് ഔദ്യോഗികമായ കാരണങ്ങൾ മാത്രമല്ലെന്ന് മുഖ്യമന്ത്രി. നമ്മുടെ സേനയിലുണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷെ നമുക്ക് ഓരോ ആത്മഹത്യയുടെയും കാരണമെന്തായിരുന്നുവെന്ന ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പോലീസുകാരുടെ ജോലിഭാരം എണ്ണി പറഞ്ഞ് രാഷ്ട്രീയ ഇടപെടലുകളും ബാഹ്യ ഇടപെടലുകളും പോലീസുകാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാപിച്ചു. അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ, അവരുടെ അമിതമായ അവർക്ക് മീതെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടുപോകുന്നതിനെ ബാധിക്കുകയാണ്. ഓരോരുത്തരല്ലേ ഇടപെടുന്നത്. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാതെ അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്. ബാഹ്യ ഇടപെടൽ ആരോപണം തള്ളിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസുകാരുടെ ജോലി സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. അതിൽ പോലീസ് സേനയുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിൽ നിയമന നിരോധനമെന്ന ആരോപണവും മുഖ്യമന്ത്രി അംഗീകരിക്കാത്തതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ലോക്സഭയിൽ ഉന്നയിക്കുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷം. വിഷയത്തിൽ വിശദമായ ചർച്ച വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാജ്യസഭയിൽ RSSനെതിരായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശം വലിയ ബഹളത്തിനാണ് ഇടയാക്കിയത്. हम चाहते थे कि नीट पे एक दिन का डिस्कशन हो. काफ़ी ज़रूरी मामला है. 2 करोड़ युवाओं को नुकसान हुआ है. 70 बार पिछले 7 साल में पेपर लीक हुए हैं. तो हम चाहते थे कि एक दिन चर्चा इस पे हो. तो अगर आप मौका दे सकें. और हम स्टूडेंट्स को मैसेज देना चाहते हैं कि जो नीट का इशू है वो पार्लियामेंट के लिए जरूरी है. ठीक है, इसलिए मैसेज देने के लिए हम चाहते थे कि एक दिन पार्लियामेंट चर्चा करे. मैं देखता हूं. ठीक है. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഇത് നോക്കാം എന്നുള്ള മറുപടി സ്പീക്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എന്ന്. ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്താൽ മതി എന്നാണോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നത്? നീറ്റ് ചർച്ച ചെയ്യില്ല എന്ന് പൂർണ്ണമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷ, ഇന്നും നീറ്റ് വിഷയം തന്നെയാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ഉന്നയിച്ചത്. അതായത് ഈ വിഷയത്തിൽ വിശദമായ ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം ഉന്നയിച്ചത്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായില്ല. സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം, രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയ കാര്യം, നന്ദിപ്രമേയ ചർച്ച നടക്കാനുണ്ട്, നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാകട്ടെ, അതിനുശേഷം ചർച്ചയാകാമെന്ന നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത്. ഇത് പ്രതിപക്ഷത്തിന് പ്രതിഷേധത്തിനിടയാക്കുകയും ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയുമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് ഒപ്പമുണ്ടെന്ന് അങ്ങനെ ഒരു സന്ദേശം നൽകാൻ കഴിയണം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. ഏതായാലും അടിയന്തരമായ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. തുടർന്ന് നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുകയും ചെയ്തു. അനുരാഗ് ഠാക്കൂറാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്.
രാജ്യസഭയിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. പക്ഷേ പ്രധാനമന്ത്രിക്കും RSSനുമെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉന്നയിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. മുൻപൊരിക്കലും ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത പ്രവൃത്തിയാണ് മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന വിമർശനം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം RSSനെയും അദ്ദേഹം കടന്നാക്രമിച്ചു. RSS രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ മൊത്തം കൈയടക്കി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായി. അത് പ്രൊഫസർമാരുടെ, സർവകലാശാല പ്രൊഫസർമാരുടെ നിയമനമാവട്ടെ, NCERT ആവട്ടെ, ഇതെല്ലാം തന്നെ RSS കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഭരണപക്ഷാംഗങ്ങളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കി. ധൻകർ രാജ്യസഭാ ചെയർമാനും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. അദ്ദേഹം സൂചിപ്പിച്ച കാര്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് RSS എന്നായിരുന്നു ജഗ്ദീപ് ധൻകറുടെ വാക്കുകൾ. അതിന് മല്ലികാർജ്ജുൻ ഖർഗെ മറുപടി നൽകിയത് രാജ്യത്ത് അപകടകരമായ ഒരു സംഘടനയാണ്, RSSന്റെ പ്രത്യയശാസ്ത്രം രാജ്യത്തിന് അപകടകരമാണെന്ന മറുപടി മല്ലികാർജ്ജുൻ ഖർഗെ നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ രാജ്യസഭയിലെ കക്ഷി നേതാവായ കേന്ദ്രമന്ത്രി കൂടിയായ JP നഡ്ഡ ഇടപെടുകയും JP നഡ്ഡ അദ്ദേഹത്തിന്റെ വാക്കുകൾ, മല്ലികാർജ്ജുൻ ഖർഗെയുടെ വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്രക്ഷുബ്ധമായിരുന്നു ഏതായാലും ഇന്ന് രാജ്യസഭ. മഞ്ജുഷ്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഇതുവരെ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കിട്ടിയിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക്. ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ രാജ്യം ഉപേക്ഷിച്ചു. പുതിയ നിയമവ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നു. കോടതികൾക്കും പോലീസിനും എല്ലാം ഇനി ബാധകം പുതിയ ക്രിമിനൽ നിയമങ്ങളായിരിക്കും. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 1860 മുതൽ ഉണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്. നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമവ്യവസ്ഥ മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. പുതിയ നിയമത്തിൽ വകുപ്പ് 113 ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111. രണ്ടിനും IPCയിൽ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സുവർഗാനുരാഗം കുറ്റമാക്കുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103 വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302 വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 60(1) ആകും. നിയമവിരുദ്ധ സംഘം ചേരലിന് 14 പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചന കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതുതായില്ല. 316 വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹത്തിനുള്ള 124A ഇനി 150 ആകും. കൈക്കൂലി 171Bയിൽ നിന്ന് 170, സ്ത്രീധനമരണം 304Bയിൽ നിന്ന് 80, ബലാത്സംഗം 375 നിന്ന് 63, മോഷണക്കുറ്റം 378 നിന്ന് 303, വിശ്വാസവഞ്ചന 405 നിന്ന് 316 എന്നിങ്ങനെ മാറും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. തെരുവ് കച്ചവടക്കാരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ് സംഹിത പ്രകാരമാണ് ഈ കേസ്. കണ്ടക്ടർക്ക് നേരെയുള്ള യാത്രക്കാരന്റെ അക്രമത്തിൽ കണ്ടക്ടർക്ക് പിന്തുണയുമായി മന്ത്രി KB ഗണേഷ് കുമാർ. യാത്രക്കാരനെതിരെ KSRTC നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി കണ്ടക്ടർ മനീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അടൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരനോട് കണ്ടക്ടർ ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് യാത്രക്കാരൻ കണ്ടക്ടർക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നായിരുന്നു
കേസെടുത്തിരുന്നത്. പക്ഷേ ഇത് പോരാ എന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. നിരവധി യാത്രക്കാർ വണ്ടിയിലുള്ള സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. അസഭ്യ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് വകുപ്പുകൾ കൂടി ഇതിൽ ചേർക്കണം എന്ന് DYSPയെയും CAയെയും നേരിട്ട് വിളിച്ച് താൻ ആവശ്യപ്പെട്ടതായി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഇത് പ്രകാരം പക്ഷേ അടൂർ പോലീസ് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ശക്തമായ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടക്ടർ മനീഷിന്റെ പ്രതികരണം കേൾക്കാം. അത് നമ്മളെ ഞാൻ രാത്രിയുള്ള സാറേ, കായംകുളത്ത് നിന്ന് നമ്മളെ ലാസ്റ്റ് ട്രിപ്പാണ് വണ്ടിയുടെ. ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളി ഞാൻ മറ്റേ കറ്റാനൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ടിക്കറ്റ് കുറവുണ്ട്, ആ ടിക്കറ്റ് എടുക്കാനുണ്ട് വണ്ടിയിൽ. നമ്മൾ കാൽക്കുലേഷൻ നോക്കിയപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനുണ്ടെന്ന് ഒത്തിരി വട്ടം ചോദിച്ചിട്ട് ആരും പിന്നെ എല്ലാവരും ടിക്കറ്റ് വാങ്ങിച്ച് നോക്കി. അപ്പോൾ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി ഗണേഷ് കുമാർ സാറിന്റെ PA കൊടുത്തു വിടാന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ രണ്ടു വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർ കയറി ഇടപെട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളിയുടെ യാത്രക്കാരനെ മർദ്ദിച്ചതിനകത്ത് ഞാൻ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നിട്ടുള്ള സംഭവമാണ് ആ വീഡിയോയില്. പുള്ളി എന്നെ സത്യം പറയുമായിരുന്നു, വെറുതെ ഒരു പ്രഭാവനം ഇല്ലാതെ. മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടുണ്ടെങ്കിൽ മനീഷിനെ പിന്തുണ പ്രഖ്യാപിച്ചെന്നാ പറയാം, ശരിയാണോ? അത് അങ്ങനെ വല്ല അറിഞ്ഞോ? അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട്. മിനിസ്റ്റർ നേരിട്ട് വിളിച്ചതോ? അതെ. പിന്നെ ഈ കേസ് വല്ലതും കൊടുത്തിരുന്നോ അതോ? പരാതി കൊടുത്തിട്ടുണ്ട്, അടൂർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പുള്ളിയെ പിന്നെ അവിടെ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്തോ? പുള്ളി അന്ന് രാത്രി പോലീസ് വന്ന് കസ്റ്റഡിയിൽ എടുത്തായിരുന്നു, ബസ്സിനകത്ത് തന്നെ. ബസ്സിനകത്ത് കസ്റ്റഡിയിൽ എടുത്ത് വന്നപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് തോന്നുന്നു. പിന്നെ ഇന്നലെ ഞാൻ പോയി പരാതി കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് പുള്ളിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു. പുള്ളിയുടെ പേരെങ്ങനെ? പുള്ളി എടുത്തായിരുന്ന പുള്ളിയുടെ പേര് ഷിബു എന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഞാനിപ്പോ സ്റ്റേഷനിലേക്ക് പോവാ കേട്ടോ. അടൂര്. എവിടുത്തെ തന്നെ പുള്ളി? പുള്ളി ഇഞ്ചക്കാട് ഭാഗം കണ്ടോ പറഞ്ഞത്, കൊട്ടാരക്കര കഴിഞ്ഞ് ഇഞ്ചക്കാട് ഉണ്ടല്ലോ. അവിടെ കറക്റ്റ് ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷൻ തന്നിട്ടില്ല ഇത്. മന്ത്രി നേരിട്ട് വിളിച്ച് പറഞ്ഞു. മന്ത്രി എന്താണ് പറഞ്ഞത്? മന്ത്രി പറഞ്ഞത് നമുക്ക് ഇത് പിന്നെ നമുക്ക് കേസ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട്. വീഡിയോക്കകത്ത് വ്യക്തമാണല്ലോ, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ സാർ. കണ്ടക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. ഈ വീഡിയോ കൂടി കണ്ടതിന് ശേഷമാണ് KB ഗണേഷ് കുമാർ പോലീസിനെ വിളിച്ച് കേസെടുക്കണം യാത്രക്കാരനെതിരെ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്തെ പല ഭാഗങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ മരിച്ചവരുടെ എണ്ണം 4 ആയിട്ടുണ്ട്. ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഉത്തർപ്രദേശിലെ മധുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്നുണ്ടായ അപകടത്തിൽ ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുകയുമാണ്. പ്രളയ സാഹചര്യം നിലനിൽക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ടാണ്. പൂനെയ്ക്ക് സമീപമുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ലോണാവാലയിലാണ് ദാരുണമായ അപകടമുണ്ടായത്. അവധി ദിനം ആഘോഷിക്കാനെത്തിയതായിരുന്നു പൂനെയിലെ സയ്യദ് നഗറിൽ നിന്നുള്ള 17-അംഗ സംഘം. ലോണാവാല ബുഷി ഡാമിന് സമീപമുള്ള വെള്ളച്ചാട്ടത്തിൽ സംഘത്തിലെ 10 പേർ ഇറങ്ങുമ്പോൾ കാര്യമായ ഒഴുക്കുണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ സംഘം അകപ്പെട്ടു. ഒഴുക്കിൽപ്പെടാതിരിക്കാൻ കൈകോർത്ത് പരമാവധി ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ മരക്കൊമ്പുകളും വള്ളികളും ഇട്ടു നൽകി രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും കുത്തിയൊഴുകി വെള്ളമെത്തിയതോടെ പ്രയത്നം വിഫലമായി. സംഘത്തിലെ 5 പേർ രക്ഷപ്പെട്ടപ്പോൾ 5 പേർ ഒഴുക്കിൽപ്പെട്ടു.
36 വയസ്സുള്ള ഷാഹിസ്ത അൻസാരി, 13-കാരി ആമിന അൻസാരി, 9 വയസ്സുകാരി ഉമേറ അൻസാരി എന്നിവരുടെ മൃതദേഹം ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തു. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിലാണ് 9 വയസ്സുള്ള മരിയ അൻസാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഉത്തർപ്രദേശിലെ മഥുര കൃഷ്ണനഗറിൽ ജലസംഭരണി തകർന്ന് അപകടത്തിൽപ്പെട്ടവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 3 വർഷം മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയായ കൂറ്റൻ ടാങ്കാണ് തകർന്നു വീണത്. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാലങ്ങളും റോഡുകളും തകർന്നതോടെ അരുണാചൽ പ്രദേശിലെ കുറുങ്കുമേ ജില്ല ഒറ്റപ്പെട്ട നിലയിലാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ ക്വാറി വ്യവസായി ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന സുനിൽകുമാർ പിടിയിലായി. ഒളിവിലായിരുന്ന സുനിൽകുമാറിനെ പാറശാലയിൽ വെച്ചാണ് അന്വേഷണ സംഘം പിടിച്ചത്. ഇയാളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സുനിൽകുമാറിനെ തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ കാർ കന്യാകുമാരിയിലെ കുലശേഖരത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. പിന്നീട് തലസ്ഥാനത്തെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കി എന്ന് നിയമസഭയിൽ പറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരാമർശം തെറ്റാണെന്ന് ന്യൂസ് 18 തെളിവ് സഹിതം റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതിനെ ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ. സ്മാർട്ട് സിറ്റി റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത വാർത്ത തെറ്റാണെന്നാണ് മന്ത്രി പറയുന്നത്. ഇന്ന് നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സ്മാർട്ട് സിറ്റി റോഡുകൾ ഗതാഗത യോഗ്യമാക്കും എന്ന ഉറപ്പാണ് സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ മന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന തരത്തിൽ തെറ്റായ പ്രചാരണം നടത്തുകയാണ് ചെയ്തതെന്നാണ് മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരു വാർത്ത വന്നിരുന്നു സർ. ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയത്. ഗതാഗത യോഗ്യമാക്കി. എന്നാൽ ഗതാഗത യോഗ്യമാക്കൽ മാത്രമല്ല സ്മാർട്ട് സിറ്റി റോഡിൽ കൾവർട്ട് വേണം, ഡക്റ്റ് വേണം, മറ്റു പലതും വേണം. അതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഗതാഗത യോഗ്യമാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയാണ് സ്വീകരിക്കുന്നത് സാർ. ഇത് പൊതുവെ നാടിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം. NH-66മായി ബന്ധപ്പെട്ട ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് സാർ. നിയമസഭയിൽ വീണ്ടും കള്ളത്തരം ഉന്നയിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി പൂർത്തിയായി എന്ന് നേരത്തെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ്. എന്നാൽ ഓരോ റോഡുകളും എണ്ണി അവ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ് ന്യൂസ് 18. പക്ഷേ എന്നിട്ടും മന്ത്രി പറയുകയാണ് ഗതാഗത യോഗ്യമാക്കി എന്ന് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. പല റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല എന്ന കാര്യം പോലും ന്യൂസ് 18 തെളിവ് സഹിതം കൊണ്ടുവന്നതാണ്. എന്നിട്ടും മന്ത്രി വീണ്ടും ഇങ്ങോട്ട് തന്നെ കുതിര കയറാൻ വരികയാണ്. MG മിഥുൻ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MG മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് ഈ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്? തെളിവ് സഹിതം ഓരോ റോഡുകളിലും പോയി ആ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ടും മന്ത്രി ദേഷ്യത്തിലാണല്ലോ ഇപ്പോഴും. തീർച്ചയായും അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കാണേണ്ടത് 25ഓളം റോഡുകൾ ഈ സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കി തുറന്നുകൊടുത്തു. അത് പണി പൂർണ്ണമായും പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തിട്ട് പോലും മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്യുകയുമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളൊരു പരിശോധനയ്ക്കായി പോവുകയും ചെയ്ത് ആ റോഡുകളിൽ ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ തന്നെ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പല റോഡുകളിലും നിർമ്മാണ പ്രവൃത്തികൾ 90% പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. പല റോഡുകളിലും ഗതാഗതം പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഈ അട്ടക്കുളങ്ങര, ഒപ്പം തന്നെ അവിടെ നിന്ന് ചെദ്ദിട്ട വരെയുള്ള കിളിപ്പാലം വരെയുള്ള റോഡാണ് ഏറ്റവും പ്രധാനമായും മന്ത്രി പറഞ്ഞ ഒരു റോഡ്. അതായത് 2 വരി പാത തുറന്നു കൊടുത്തു എന്നാണ് മന്ത്രി അന്ന് വ്യക്തമാക്കിയത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതായിരുന്നു. 2 വരി പാത പോയിട്ട് 1 വരി പോലും കൃത്യമായി പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന,
ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ് ഈ അട്ടക്കുളങ്ങര കിളിപ്പാലം റോഡ് എന്ന് പറയുന്നത്. അവിടെ അതിരൂക്ഷമായിട്ടുള്ള ജനങ്ങൾ അതിരൂക്ഷമായി അവിടെ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നതൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണിക്കുകയും ചെയ്തത്. അത്തരത്തിൽ നിയമസഭയെ തന്നെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രതികരണം വന്നതിന് പിന്നാലെ ആണ് നമ്മൾ ഇത്തരത്തിലൊരു പരിശോധനയുമായി രംഗത്തിറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റോഡും ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പണി കഴിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. ചെന്തിട്ടം മുതൽ ഒപ്പം തന്നെ ആൽത്തറ വരെയുള്ള ഈ റോഡ് ഏകദേശം 3 കിലോമീറ്റർ വരും. ഈ റോഡിന്റെയും അവസ്ഥ നമ്മൾ കാണിച്ചതായിരുന്നു. അതായത് ഇവിടെ ഈ കാണുന്ന റോഡിന്റെ അവസ്ഥയല്ല പല സൈഡുകളിലും ഉള്ളത്. ഈ 3 കിലോമീറ്റർ റോഡുകളിൽ പല ഇടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ഗതാഗതം പൂർണ്ണമായും തുറന്നു കൊടുത്തു എങ്കിൽ പോലും തന്നെ വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അത് ഗതാഗത യോഗ്യമല്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളതാണ് പ്രേക്ഷകർ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതാണ് ഇന്ന് സഭയിൽ തോട്ടത്തിൽ രവീന്ദ്രൻ നൽകിയ സബ്മിഷനായിട്ടാണ് ഇതിന് മറുപടി മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ അതിരൂക്ഷമായ മാധ്യമങ്ങളെ വിമർശിക്കുകയാണ്. അതായത് അവർ തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഗതാഗത യോഗ്യമാക്കി നൽകി എന്നാണ് പറഞ്ഞത്. പക്ഷേ മറ്റു പണികളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല എന്നുള്ളടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ പരിചയക്കൊണ്ട് ഇപ്പോൾ വീണ്ടും മന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചതാണ്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമ്മൾ അറിയിക്കുകയും ചെയ്തതാണ്. മന്ത്രി ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, മന്ത്രി തന്നെ അവിടെ നേരിട്ട് പോയി ആ റോഡിന്റെ അവസ്ഥകൾ കാണുക. അല്ലാതെ ഇപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേട്ടിരുന്നാൽ നിയമസഭയിൽ ഇതേ രീതിയിൽ തന്നെ താങ്കൾ തുടർന്നും കള്ളം പറയേണ്ടി വരും. മഞ്ജുഷ്, എല്ലാ റോഡുകളും കാണിച്ച സമയത്ത് ഏതൊക്കെ റോഡുകളാണ് പണി പൂർത്തിയായത്, അനുബന്ധ ജോലികളും പൂർത്തിയായത്, ഇക്കാര്യവും മിഥുൻ എടുത്തു പറഞ്ഞതാണ്. അതും ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. ബാക്കി ചില റോഡുകൾ പണി പൂർത്തിയാക്കാതെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തു, അവിടെ അനുബന്ധ ജോലികൾ നടക്കുന്നു. മറ്റ് ചില റോഡുകളിൽ ഗതാഗത യോഗ്യമായി തുറന്നു കൊടുത്തു എന്ന് മന്ത്രി പറഞ്ഞ മറ്റ് ചില റോഡുകളിൽ അവിടെ കൂടെ യാത്ര ചെയ്യാനും പറ്റുകയില്ല, അവിടെ എല്ലാ ജോലികളും തുടരുന്നുണ്ട്, ചിലയിടങ്ങളിൽ തുടങ്ങി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം തെളിവ് സഹിതം കാണിച്ചിട്ടും മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ മന്ത്രി വീണ്ടും കള്ളം പറയുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയാമല്ലോ. എനിക്കെന്തായാലും അക്കാര്യം ബോധ്യമായിട്ടുണ്ട്. മിഥുൻ എന്തായാലും ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച ആളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും മന്ത്രി പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് മഞ്ജുശ്രീ. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓരോ റോഡിന്റെ പേരെടുത്ത് നിയമസഭയിലാണ് വ്യക്തമാക്കിയത്. അതായത് മാനവീയം വീതിയും കലാഭവൻ റോഡും 2023 ആഗസ്റ്റ് മാസം തുറന്നു നൽകി. ആ റോഡിന്റെ സ്ഥിതിവിശേഷമൊക്കെ നമ്മൾ അതിന്റെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്താണ്. ആ രീതിയിൽ അതായത് പൂർണ്ണമായും പണി പൂർത്തിയാക്കിയ റോഡുകൾ പോലും നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആ രീതിയിൽ പോലും വിമർശിക്കാത്ത തരത്തിൽ എല്ലാ തരത്തിലും പണി ചെയ്തിട്ടുണ്ട് എങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു റോഡ് ഈ BJT ഹാൾ ഫ്ലൈ ഓവർ റോഡ് അത് 1-2-2024 തുറന്നു നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. അതിന്റെ അവസ്ഥ നമ്മൾ കാണിച്ചു നൽകിയതാണ്. മൂന്നാമത്തെ റോഡ് സ്പെൻസർ ജംഗ്ഷൻ മുതൽ AKG ജംഗ്ഷൻ റോഡ് വരെ അത് 21-3-2024 തുറന്നു നൽകി ഗതാഗത യോഗ്യമാക്കി എന്ന് പറഞ്ഞ ആ റോഡിൽ അതിന്റെ അവസ്ഥയാണ് നമ്മൾ ആ റിപ്പോർട്ടിൽ തുടക്കം സൂചിപ്പിക്കുന്നത്. ആ റോഡ് എങ്ങനെ ഒരു വാഹനം അതിലെ കൂടെ കടന്നു പോകും എന്നുള്ളതാണ്. വലിയ കുഴി ഇപ്പോഴും രൂപപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അടയ്ക്കാൻ ഇതുവരെയും ഈ ഒരു നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. പലയിടത്തും ടാറുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഓടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ പല സ്ഥിതിവിശേഷങ്ങളും അത്തരത്തിൽ ദുരവസ്ഥകളാണ് ഈ ജനങ്ങൾ നേരിടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഓരോ പേരെടുത്താണ് മന്ത്രി തന്നെയാണ് നിയമസഭയിൽ പറഞ്ഞത്. അല്ലാതെ നമ്മളല്ല മഞ്ജുശ്രീ ഇത്തരത്തിൽ ഇന്ന റോഡ് റെഡിയാക്കി അത് നമ്മൾ തുറന്നു കൊടുത്തു എന്ന് മാധ്യമങ്ങളല്ല പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി മന്ത്രി മനസ്സിലാക്കണം. മന്ത്രി തന്നെയാണ് ഓരോ റോഡിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സഭയിൽ വ്യക്തമാക്കിയത്. ഇതെല്ലാം തുറന്നു നൽകുകയും ചെയ്തു. പക്ഷേ ഈ സ്മാർട്ടായ റോഡുകളെ കുറിച്ച് മാധ്യമങ്ങൾ കണ്ടിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല. അതിന് മടി കാണിക്കുന്നത് മാധ്യമങ്ങളാണ്. അതെന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതൊരിക്കലും തയ്യാറാകില്ല. മാധ്യമങ്ങൾ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ മാധ്യമങ്ങൾക്കറിയൂ എന്ന ഒരു വലിയൊരു വിമർശനം തന്നെയായിരുന്നു അന്ന് മന്ത്രി നിയമസഭയിൽ നടത്തിയത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ഈ റോഡിന്റെ യഥാർത്ഥ സ്ഥിതി എങ്ങനെയാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന റോഡ് ഉൾപ്പെടെ പല റോഡുകളും ഈ മന്ത്രി പറഞ്ഞിട്ടുള്ള പല റോഡുകളിലും ഇതേ സ്ഥിതി തന്നെയാണുള്ളത്. പൂർണ്ണമായും റോഡ് തുറന്നു നൽകിയെങ്കിൽ പോലും തന്നെ അതിലെ കൂടെ ഗതാഗതം എങ്ങനെ പൂർണ്ണമായും സുഗമമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും മന്ത്രി ഇന്നും ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കലെങ്കിലും മന്ത്രിമന്ദിരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിയമസഭയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ റോഡുകളൊക്കെ ഉള്ളത്. ആ റോഡിന്റെ അവസ്ഥ മന്ത്രിക്ക് തന്നെ നേരിട്ടെത്തി ബോധ്യപ്പെടാനാകും. ശരിയാണ്. MG മിഥുനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി വീണ്ടും കള്ളം പറയുകയാണ് എന്ന് തെളിയുന്ന രീതിയിലാണ് ഇന്ന് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഈ പരാമർശങ്ങൾ വരുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയത്തെ പാസ്റ്റർക്കെതിരെ പരാതിയുമായി മകൾ. 11 വയസ്സ് മുതൽ ശാരീരികവും മാനസികവുമായ ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ടുവെന്നാണ് യുവതി ന്യൂസ് 18നോട് പറഞ്ഞത്. തന്റെ പ്രായം മറച്ചുവെച്ച് മറ്റൊരു പാസ്റ്ററുമായി 17-ാം വയസ്സിൽ വിവാഹവും നടത്തി. വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും നിഷേധിച്ചാണ് പ്രായപൂർത്തിയാകും മുൻപ് വിവാഹം നടത്തിയത്. അമ്മയും സഹോദരനും എല്ലാം മറച്ചുവെക്കാൻ ശ്രമിച്ചു. സഭാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. പിതാവും സഹോദരനും ഭീഷണിപ്പെടുത്തുന്നതായും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു മാസം മുൻപ് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് ആയിരുന്നു അത്. ആ പെൺകുട്ടി അതിൽ പറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടീനെ ഡിവോഴ്സ് ചെയ്ത് എന്റെ പിതാവ് അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിരുന്നത്. അപ്പൊ അത് കണ്ടപ്പം എനിക്ക് ചെറുപ്പകാലത്ത് വീട്ടിലുണ്ടായ അനുഭവം കൂടെ ഞാൻ ഓർത്തപ്പോഴത്തേക്കും ഇനി ഒരാൾക്കും അങ്ങനെ ഒരു ഇത് വരരുത് എന്ന് വിചാരിച്ചാണ്. ഇത് പുറലോകം അറിയണം, ഇങ്ങനെയുള്ളവര് പുറലോകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പരാതി കൊടുത്തത്. അതായത് ചെറുപ്പകാലത്ത് ഈ പിതാവിൽ നിന്ന് ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ട്. എത്ര വയസ്സ് മുതൽ? ഒരു 11 വയസ്സ് മുതൽ. ഒരു 11 വയസ്സായപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞത് എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകരുത്, പപ്പയുടെ അടുത്തേക്ക് പോകരുത്, മടിയിൽ ഇരിക്കരുത്, അടുത്ത് പോകരുത്, ആരുമില്ലാത്തപ്പോൾ പോകരുത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു. പിന്നീട് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 17 വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു. അല്ലെ, അതായത് ഈ 11 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഏകദേശം ഒരു 5 വർഷത്തിലധികം ലൈംഗികമായി ചൂഷണം ചെയ്തു. അമ്മയും മറ്റ് സഹോദരനൊന്നും കൂടെ ഇല്ലാത്ത സമയത്താണ്, വീട്ടിലില്ലാത്ത സമയത്ത്. അതെ അതെ. അതൊക്കെ എതിർത്തപ്പോൾ എന്താ പറഞ്ഞത്? എതിർത്തപ്പോ അങ്ങനെ പോവണ്ട, പപ്പായുടെ അടുത്തേക്ക് പോവണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്കുള്ളപ്പോ പോവണ്ട എന്ന് പറഞ്ഞു, സൂക്ഷിക്കാൻ പറഞ്ഞു. അല്ലപ്പുറത്തേക്കൊന്നും. അന്ന് ഒരു ആത്മീയ നേതാവാണ്, അതായത് ആത്മീയ നേതാവ്. അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഒരു മകൾക്കുണ്ടാകുന്നത്. അന്ന് നിങ്ങളുടെ ചർച്ചിലൊന്നും അല്ലെങ്കിൽ പുറത്ത് ആരോടും ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, പരാതിപ്പെട്ടില്ല. പിന്നീട് 17-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. 17-ാമത്തെ വയസ്സിൽ അന്ന് അതായത് നമ്മുടെ ഈ ശൈശവ വിവാഹമൊക്കെ നിയമം മൂലം നിരോധിക്കപ്പെട്ടൊരു നാട്. അത് അറിയാമായിരുന്നു, വിവാഹം കഴിച്ച ആൾക്ക് അറിയാമായിരുന്നു 18 വയസ്സായിട്ട്? ഇല്ല, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. 17 വയസ്സൊന്നും അറിയത്തില്ല. 18 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അവർക്ക് അറിയില്ല. വേറെ ആർക്കും അറിയത്തില്ല? ഇല്ല. ചർച്ചിലുള്ള കുറച്ചു പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ 17 വയസ്സാണ് എന്നുള്ളത്. കല്യാണം കഴിച്ച ആൾക്കോ അവരുടെ വീട്ടുകാർക്കോ ആർക്കും അറിയത്തില്ല. 18 വയസ്സായെന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത്. അമ്മ പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇത് ഭർത്താവിന് അറിയാമായിരുന്നു? കല്യാണം കഴിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോ അത് വീട്ടിലുള്ള സമയത്തല്ലേ, അത് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ അങ്ങനെ. ഭർത്താവ് പാസ്റ്ററാണ്? അതെ, അദ്ദേഹം പാസ്റ്റർ. ഈ അത്തരം ഒരു സ്വഭാവ വൈകൃതമുള്ള, ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണോ പാസ്റ്ററായിട്ടുള്ള പിതാവ്? അതെ. ഒരുപാട് കേസുകൾ ഇപ്പോ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇത് പെൺകുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ സംസാരിച്ചത് ഒത്തുതീർപ്പാക്കി പുറത്തേക്ക് അറിയിക്കാണ്ട് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വീട്ടുകാർ വരെ, അച്ഛനും അമ്മയും അനിയനും ഞാനും എന്റെ ഭർത്താവും ഒക്കെ ഒത്തുതീർപ്പാക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. കോട്ടയത്തെ പാസ്റ്റർക്കെതിരെയാണ് മകൾ ഇങ്ങനെയൊരു പരാതി നൽകിയിരിക്കുന്നത്. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് തൽക്കാലം ടോൾ പിരിക്കില്ല. നാട്ടുകാരുടെ പ്രതിഷേധം കാരണമാണ് ഈ തീരുമാനം. സർവകക്ഷി യോഗത്തിന് ശേഷമാകും ടോൾ പിരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്ര കരാർ കമ്പനി റദ്ദാക്കിയതോടെയായിരുന്നു പ്രതിഷേധമുണ്ടായത്. CPMന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സിന് തുടക്കമായി. വലിയ മാറ്റത്തിന്റെ തുടക്കമെന്ന് കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു. സർവകലാശാലകളുടെ സ്വയം ഭരണാവകാശത്തെ തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ ലാക്കോടുകൂടിയുള്ള നീക്കം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഭാവിക തുടർച്ച എന്ന നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന ഇവിടെ നൽകുന്നത്. ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങളെക്കുറിച്ച് ശരിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന ഇവിടെ
നൽകുന്നത്. കോഴ്സിന്റെ നടത്തിപ്പിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് AIDSO അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. മന്ത്രി സജി ചെറിയാനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിവിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാലം മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. പരീക്ഷ മുന്നിൽ കണ്ടുള്ള പഠനം ഇനി ഉണ്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠന വിധേയമാക്കാം. വിദ്യാർത്ഥികളുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 10ാം ക്ലാസ് പരീക്ഷ ജയിച്ച കുട്ടികൾക്ക് എഴുത്തും വായനയും പോലും അറിയില്ല എന്ന രീതിയിലുള്ള സജി ചെറിയാന്റെ പരാമർശത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ രീതിയിലുള്ള മറുപടി. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ചോദ്യം ചെയ്യുക. VC നിയമന ഹർജി ജൂലൈ 17 വീണ്ടും പരിഗണനയിൽ വരും. സ്കൂളുകളിലെ രാഷ്ട്രീയ പ്രവർത്തനം അധികൃതർക്ക് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. സഹായം ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും പോലീസും സഹായം നൽകണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന ഹർജിയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. രാവിലെ അധ്യാപകർ സ്കൂളിലെത്തിയപ്പോഴാണ് തീയിട്ടത് കണ്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം തുടങ്ങി. ജനൽ വഴി തീയിട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പുസ്തകങ്ങളും ശുചീകരണത്തിനായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. തീ ആളിക്കത്താത്തതിനാൽ കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടില്ല. നേരത്തെയും വേനൽ അവധിക്കാലത്ത് സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം നടന്നിരുന്നു. വാതിൽ തകർത്താണ് അന്ന് അതിക്രമമുണ്ടായത്. കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. പഞ്ചായത്തിലെ പുന്നേക്കാട് ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ഇറങ്ങിയത്. വ്യാപക കൃഷിനാശമുണ്ടാക്കി. ആനയെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന 2ാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാന എത്തിയതോടെ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ. കൃഷികളും വളർത്തുമൃഗങ്ങളുടെ കൂടിനും നാശം വരുത്തിയിട്ടുണ്ട്. തട്ടേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും നടത്തി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആനശല്യം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല ഇപ്പൊ 2ാം വാർഡ്, ഈ 2ാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വസിക്കുന്ന മേഖലയിലേക്കുള്ള ആന കടന്നിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഇത് കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ള രാത്രി ആന വാച്ചേഴ്സിനെ അടക്കമുള്ള ആളുകളെ നിയമിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെ ട്രഞ്ച് താത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കീരമ്പാറ പഞ്ചായത്ത് വിഭാഗത്തിൽ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ടേക്ക് പോകും. നമ്മളിവിടെ ആന ഇറങ്ങിയ കാര്യങ്ങളെല്ലാം അവരെ വിളിച്ചു പറയുമ്പോൾ അതൊന്ന് വന്നു നോക്കാനോ അതിനെ ഒന്ന് ഓടിക്കാനോ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹകരണമില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നത് വരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ആ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ അനിശ്ചിത കാലത്തേക്ക് കുടിൽ കെട്ടി താമസിക്കുന്ന നിലയിലേക്ക് തന്നെ ഈ സമരം മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എറണാകുളം എടവനക്കാട്ടെ കടലാക്രമണത്തിന് പരിഹാര നടപടികൾക്കായി ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇന്ന് ഫിഷറീസ് മന്ത്രിയെ കാണും. തിരുവനന്തപുരത്താണ് കൂടിക്കാഴ്ച നടക്കുക. പരിഹാര നടപടികളുടെ ഭാഗമായി 330 മീറ്റർ നീളത്തിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനാണ് ആലോചനയുള്ളത്. എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CPMന്റെ നേതൃത്വത്തിൽ എടവനക്കാട് രാപ്പകൽ സമരം തുടങ്ങിയിട്ടുണ്ട്. പൊതുമേഖലയിലെ കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ സമരം തുടരുന്നു. കമ്പനി പ്രതിനിധികളെ റിസീവറെയോ സ്ഥാപനത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. സ്ഥാപന പ്രതിനിധികളുടെ പ്രവേശനം തടയരുതെന്ന് യൂണിയൻ നേതാക്കൾക്ക് ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ തൊഴിലാളി നേതാക്കൾ സമരത്തിനെത്തിയിട്ടില്ല.
പുതിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. ഡൽഹിയിൽ കരസേന അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകി. അഭിമാനത്തിന്റെയും ആദരവിന്റെയും നിമിഷങ്ങളാണിതെന്നും ഏത് തരത്തിലുള്ള സുരക്ഷാ വെല്ലുവിളികളും നേരിടാൻ ഇന്ത്യ പര്യാപ്തമാണെന്നും ദ്വിവേദി പ്രതികരിച്ചു. രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില കുറഞ്ഞു. രാജ്യത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോ സിലിണ്ടറുകൾക്ക് 30 രൂപയാണ് കുറച്ചത്. 1655 രൂപയാണ് പുതുക്കിയ വില. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. അബുദാബിയിൽ പി ഭാസ്കരൻ മാസ്റ്റർ മ്യൂസിക് ക്ലബ് പ്രവർത്തനം തുടങ്ങി. കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് AK ബീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അബുദാബി കേരള സോഷ്യൽ സെന്ററിലായിരുന്നു ചടങ്ങ്. ക്ലബ് പ്രസിഡന്റ് R ശങ്കരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാളി സമാജം പ്രസിഡന്റ് റഫീഖ് കാനയിൽ, യുവകലാ സാഹിതി സെൻട്രൽ പ്രസിഡന്റ് സുഭാഷ് ദാസ്, അരുൺ ശ്യാം, മനു കൈനഗരി, ചന്ദ്രശേഖരൻ, സതീഷ് കാവിലകത്ത്, അബി യഹിയ, പ്രിയങ്ക മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. പി ഭാസ്കരൻ മ്യൂസിക് ക്ലബ് പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളുടെ ദൃശ്യാവിഷ്കാരവും ഗാനസന്ധ്യയും ഉണ്ടായിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6600, പവന് 52,800. 18 ക്യാരറ്റ് ഗ്രാമിന് 5510, പവന് 44,080. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ പരാമർശത്തോടെ അട്ടപ്പാടിയിലെ കാർത്തുമ്പിക്കുടയ്ക്ക് അന്വേഷകർ ഏറിയിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ ആദിവാസി വീട്ടമ്മമാരുടെ ഈ മാതൃകാ സംരംഭം പ്രധാനമന്ത്രി തന്നെ തിരിച്ചറിഞ്ഞ സന്തോഷത്തിലാണ് ഇവിടുത്തുകാർ. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയുണ്ടായതോടെ തങ്ങളെ തേടി കൂടുതൽ സഹായം എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഈ റിപ്പോർട്ടോടുകൂടി പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്. कारथुम्बी छाते केरला के एक छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं. लोकल के लिए वोकल होने का इससे बेहतरीन उदाहरण और क्या होगा? മൻ കി ബാത്തിലെ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ അട്ടപ്പാടിയിലെ ഈ വീട്ടമ്മമാർക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ കേരള മാതൃകയെ പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞത് ഏറെ സന്തോഷിപ്പിക്കുകയാണ് ഇവരെ. കാർത്തുമ്പി വർണ്ണക്കുടകൾ ഹിറ്റായി കഴിഞ്ഞു. പ്രധാനമന്ത്രി സാർ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. അതിൽ ഞങ്ങൾക്ക് അട്ടപ്പാടിൻ്റെയും തമ്പിൻ്റെ പേരിലും നന്ദിയും കടപ്പാടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതിൽ അത്ര വലിയ ഒരു പ്രഖ്യാപനം സാറ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ഉപകാരമായിരിക്കും. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണങ്ങൾ വാർത്തയാകുമ്പോഴാണ് ഊരുകളിൽ തന്നെ സ്വയം പര്യാപ്തതയുണ്ടാവട്ടെ എന്ന ആശയം 2014 മുന്നോട്ട് വരുന്നത്. തമ്പ എന്ന പേരിൽ ആദിവാസി വീട്ടമ്മമാരുടെ കൂട്ടായ്മയുണ്ടായി. സ്വകാര്യ വ്യക്തികളും പിന്നീട് സർക്കാരും സഹായം നൽകി. അങ്ങനെ മനോഹരമായ കാർത്തുമ്പി വർണ്ണക്കുടകൾ ഊരുകളിൽ തന്നെ നിർമ്മിച്ചു. 7 ലക്ഷം രൂപ നമ്മൾ ആദ്യം സമാഹരിച്ച് അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അപ്പം അതിൽ അവർ 7 ലക്ഷം രൂപ തരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അത് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ കുട നിർമ്മിച്ച് കുട വിറ്റ് അതിൻ്റെ നമ്മൾ കടം മേടിച്ച പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷം പിന്നെ 16-17 തോന്നുന്നു നമ്മുടെ ബാലൻ മിനിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് സർക്കാരിൻ്റെ ഒരു സഹായം 16,40,000 രൂപ കിട്ടി. അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 13 ഊരുകളിലാണ് കാർത്തുമ്പിക്കുടകളുടെ നിർമ്മാണം നടക്കുന്നത്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഓർഡർ ലഭിക്കുന്നു. 12 മുതൽ 15 കുടകൾ വരെയാണ് പ്രതിദിനം ഒരാൾ നിർമ്മിക്കുന്നത്. ഒരു കുടയ്ക്ക് 30 രൂപ പ്രതിഫലം. ശരാശരി 450 രൂപ ദിവസേന പ്രതിഫലം പറ്റുന്ന വീട്ടമ്മമാരുണ്ട്. ബാഗിനും ബുക്കിനും എല്ലാം മേടിക്കാൻ നല്ല യൂസ് ആയിരുന്നു പൈസ. അപ്പോൾ 50 രൂപ പൈസ കിട്ടി ഒരു കുടത്തിന്. ഇപ്പോൾ ദിവസം ഞാൻ 500-600 വെച്ച് സമ്പാദിക്കായിരുന്നു. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇനി കൂടുതൽ സഹായം കിട്ടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ആധുനിക രീതിയിലുള്ള കുട നിർമ്മാണത്തിന് കൂടുതൽ മൂലധന സമാഹരണമാണ് ഇവരുടെ ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്.
യഹൂദ വംശത്തിൽ നിന്ന് ആരും ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തേത് അതൊരു ഫ്ലിപ്പ് സ്റ്റേറ്റ് ആണ്. അത് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം. അപ്പം അവിടുന്ന് ഒരു സ്റ്റേറ്റ് ഒരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പെൻസിൽവേനിയ കഴിഞ്ഞുള്ള തൊട്ടടുത്ത സ്റ്റേറ്റുകളാണ് ഈ പറഞ്ഞ മിഷിഗണും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അവിടെയും ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഒഫീഷ്യൽ അല്ല, ഇതെല്ലാം അൺഒഫീഷ്യൽ ചർച്ചകളാണ്. ഏതായാലും അമേരിക്കയിലെ ഇതൊരു വലിയൊരു ഡിബേറ്റ് ആണ്, വലിയൊരു സംസാര വിഷയമാണ്.